ചർച്ച ആക്ട് കൊണ്ടുവരാൻ യാതൊരു ഉദ്ദേശവുമില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടിനെ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകനായ അഡ്വക്കേറ്റ് ജയശങ്കർ. നേരത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചർച്ച ആക്ട് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അത്തരമൊരു പ്രസ്താവനയെ അല്ലെങ്കിൽ അത്തരമൊരു നിലപാടിനെ പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് പിണറായി വിജയന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന. ആ പ്രസ്താവനയെ കളിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ജയശങ്കർ ഫേസ്ബുക്ക് വഴി പരാമർശം നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: നിതാന്ത വന്ധ്യ മഹാമഹിമ ശ്രീമാന്മാരായ മെത്രാന്മാരെ, അഭിവന്ധ്യ വൈദികരെ, പ്രിയ വിശ്വാസി സുഹൃത്തുക്കളെ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ചർച്ച ആക്ട് പാസ്സാക്കാൻ ഇടതുപക്ഷ സർക്കാരിന് പരിപാടിയില്ല. ചർച്ച ആക്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിലോ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലോ ധനമന്ത്രി അവതരിപ്പിച്ച ഈ വർഷത്തെ ബജറ്റിലോ പറഞ്ഞിട്ടുള്ള കാര്യമല്ല. അങ്ങനെ ഒരു ഉദ്ദേശം മുന്നണിക്കോ സർക്കാരിനോ ഉണ്ടായിട്ടേയില്ല. സർക്കാരിനോട് ചോദിച്ചിട്ടില്ല. നിയമപരിഷ്കാര കമ്മീഷൻ ചർച്ച് ബില്ലിൻ്റെ കരട് എഴുതി സമർപ്പിച്ചത്. അത് നിയമസഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയില്ല. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഇപ്രകാരം അസംബന്ധ നിർഭരമായ ഒരു ബില്ലിൻ്റെ കരട് സമർപ്പിച്ചതിൻ്റെ പിന്നിൽ സാമ്രാജ്യത്വ ഫാസിസ്റ്റ് ശക്തികളുടെ ഗൂഢാലോചനയുണ്ട്. അതേപ്പറ്റി പാർട്ടി അന്വേഷണം നടത്തും. പള്ളിവക വസ്തുക്കൾ വൈദികരുടെ ഇഷ്ടാനുസരണം കൈകാര്യം ചെയ്യാനും കന്യാസ്ത്രീകളെ യഥാശക്തി പീഡിപ്പിക്കാനുമുള്ള അവകാശം ദൈവദത്തമാണ്. ഇതിൽ സർക്കാർ ഇടപെടില്ല. മെത്രാനുള്ളത് മെത്രാന്, പാർട്ടിക്കുള്ളത് പാർട്ടിക്ക്. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. ഏതായാലും ഒരു വളരെ പരിഹാസം നിറഞ്ഞ വാക്കുകളാണ്. സർക്കാരിൻ്റെ നിലപാട് മാറ്റത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കന്യാസ്ത്രീകളെ യഥാശക്തി പീഡിപ്പിക്കാനുള്ള അവകാശം ദൈവദത്തമാണ് എന്ന് പറയുന്നതിലൂടെ ഈ ചർച്ച ആക്ടിന് ഇനി കൊണ്ടുവരില്ല. സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ പള്ളികൾ കൊണ്ടുവരില്ല. അച്ഛന്മാർക്ക് പഴയതുപോലെ തന്നെ, ബിഷപ്പുമാർക്ക് പഴയതുപോലെ തന്നെ, ആരോപണ വിധേയരായ ബിഷപ്പുമാർക്കും അച്ഛന്മാർക്കും പഴയതുപോലെ തന്നെ കന്യാസ്ത്രീകളെ പീഡിപ്പിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യവും കേരളത്തിൽ ലഭ്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്.